അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ആ ഒരു വണ്ടി ഞാൻ ഗൈസ് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇതാണെങ്കിൽ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അകത്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും കംപ്ലൈൻ്റ് ഒന്നും മാറിയിട്ടില്ല. കംപ്ലൈൻറ്റ് മാറിക്കഴിഞ്ഞാലേ ഗൈസ് നമുക്ക് ഈ വണ്ടിയും കൊണ്ട് ട്രിപ്പൊക്കെ പോകാനായിട്ട് പറ്റത്തുള്ളേ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ 30 കിലോമീറ്റർ പ്ലസ് ഈ ഒരു വണ്ടി പോകത്തില്ല. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് ഗൈസ് എനിക്ക് അറിയാൻ പാടില്ല. ഈ ഒരു വണ്ടി ഇത്രയും നാളും വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ അവർ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് അടുത്തൊരു വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കൊടുത്ത് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകത്തില്ല. നമ്മുടെ മിക്ക വണ്ടികളും ഗൈസ് ആ ഒരു വർക്ക്ഷോപ്പിൽ ശരിയാക്കിയിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും നമ്മുടെ ക്യാരവാൻ്റെ കീ ഒന്ന് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ തന്നെ കീ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെയും ഒക്കെ നമ്മുടെ വണ്ടി ഒന്ന് ശരിയാക്കി എടുത്തേ പറ്റത്തുള്ളൂ. ഉടനെ തന്നെ കേസ് നമുക്ക് ട്രിപ്പ് പോകണം. എന്തായാലും ഇത് അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. കുറച്ച് പഴയ വണ്ടിയാണെങ്കിലും അടിപൊളി വണ്ടിയാണ്. പക്ഷേ ഇതിന് ഇങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഇത് കാണുന്നുള്ളൂ. വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എന്താണ്ട് ഫ്രണ്ടിലത്തെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞുള്ളൊരു ലുക്ക്. പിന്നെ ഇതിൻ്റെ കളറും മാറ്റണമെന്ന് കേസ് എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യം നമുക്ക് വണ്ടിയുടെ മെക്കാനിക്കൽ റിലേറ്റഡ് കാര്യങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് വേണം ഇതിൻ്റെ കളറൊന്ന് മാറ്റാനായിട്ട്. എന്തായാലും ഓയിലൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഞാൻ ഓയിലും എയറും ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പക്കയാണ്, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ടാക്കി ഇടാം. അതിനുശേഷം വേണം നേരെ ഒരു വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊടുക്കാനായിട്ട്. ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൊണ്ടു ചെല്ലാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇങ്ങനെ സ്റ്റാർട്ടായി കിടക്കട്ടെ. ഒരു 10 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി എന്തായാലും നമുക്ക് നേരെ കേസ് വണ്ടി വെളിയിലേക്ക് അങ്ങ് ഇറക്കിയേക്കാം. കറക്റ്റ് നമ്മുടെ വണ്ടി കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവിടെ ഞാൻ സ്ഥലം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ആദ്യം ഞാൻ വണ്ടി നമ്മുടെ ബാക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കേസ് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അവിടെ അങ്ങോട്ട് തിരിയത്തില്ല കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഒരു പോർച്ച് കുറച്ച് ചെറുതാണ് ഈ ഒരു വണ്ടി വെച്ച് നോക്കുമ്പം. അത് മാത്രമല്ല ഞാൻ ഈ ഒരു വണ്ടി ലിഫ്റ്റും കൂടെ ചെയ്തായിരുന്നു. നമുക്ക് ഈ ഒരു ഓഫ് റോഡൊക്കെ പോകണമെങ്കിൽ ഈ ഒരു വണ്ടി ലിഫ്റ്റ് ചെയ്തേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളേ. ഈ ഒരു വണ്ടിയും കൊണ്ട് കേസ് ഞാൻ അവിടെ ഇഴങ്ങി ചെല്ലുമ്പോഴത്തേക്കിന് ഒരു സമയമാകും. 30 കിലോമീറ്റർ സ്പീഡേ പോകത്തുള്ളൂ. അതാണൊരു പ്രശ്നം. ഗൈസ് നിങ്ങൾ മീറ്ററിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 36 കിലോമീറ്റർ പോകത്തുള്ളൂ. അതിന് മേളിൽ പോകത്തേ ഇല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ച് ഒരിക്കലും നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ടൊരു നല്ല ട്രിപ്പ് പോകാനായിട്ട് പറ്റത്തില്ല. അതുമാത്രമല്ല നമ്മൾ പോകുന്ന ട്രിപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, നല്ല ക്രേസി റോഡിൽ കൂടെ ഒക്കെ നമ്മൾ പോകത്തുള്ളൂ. അപ്പം വണ്ടി നല്ല കണ്ടീഷനായിരിക്കും. ഇനി ഈ ഒരു വണ്ടിക്ക് കേസ് എത്ര രൂപ മുടക്കേണ്ട വന്നാലും ഞാനിത് ഉറപ്പായിട്ടും ശരിയാക്കി എടുക്കുന്നതായിരിക്കും. ചിലപ്പം ഈ ഒരു കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പിൽ ഇത് പറ്റത്തില്ലായിരിക്കും. എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലത്ത് ഞാനിതും കൊണ്ട് പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്രിസ് ഒരു ക്യാരവാൻ എടുക്കുന്ന കാര്യം ഇങ്ങനെ അവന് പറഞ്ഞായിരുന്നു. അവൻ എപ്പോൾ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സെയിം മോഡൽ തന്നെ ആയിരിക്കും അവനും എടുക്കുന്നത്. എനിക്കാണെങ്കിൽ വണ്ടികൾ സ്പീഡ് കുറച്ച് ഓടിക്കുന്നത് ഇഷ്ടമല്ല. ഇതാണെങ്കിൽ ഇതാണ്ട് 36-ന് മേളിൽ പോകുന്നുമില്ല. അവസ്ഥ കാരണമാണ് കേസ് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത്. ഞാൻ മാനുവൽ ഇട്ട് നോക്കി, ഓട്ടോമാറ്റിക് ഇട്ട് നോക്കി, ഒരു രീതിയിലും കേസ് വണ്ടി കയറുന്നേ ഇല്ല. ഇത് എന്ത് പ്രശ്നമാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി എല്ലാ ക്യാരവാനും ഇങ്ങനാണോ എന്നും എനിക്കറിയത്തില്ല. ഇങ്ങനാണോ എല്ലാ ക്യാരവാനും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം നമുക്കെന്തായാലും കേസ് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാരുടെ ആരുടെയെങ്കിലും ക്യാരവാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് വിളിച്ച് നോക്കാം. അതപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാമല്ലോ. എനിക്കിപ്പോൾ ക്യാരവാനുള്ള ആരെയും അങ്ങനെ പേഴ്സണലി അറിയത്തില്ല. ഞാൻ മിക്കവാറും സ്റ്റോറി ഇടാം, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് നോക്കാം കേട്ടോ. അപ്പം ആരെങ്കിലും വരുമല്ലോ ക്യാരവാനുള്ള. ഈ ഒരു ലെഫ്റ്റിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പ്. എൻ്റെ മിക്ക വണ്ടികൾക്കും കേസ് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിയുവാണെങ്കിൽ ഞാൻ ഇവിടെയാണ് കൊണ്ടുവരാറുള്ളത്. അത്യാവശ്യം നല്ല വർക്കൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഈ ഒരു വണ്ടി ഇവിടെ അല്ല കൊടുത്തത്, സിറ്റി 2-ലെ വേറൊരു വർക്ക്ഷോപ്പിലായിരുന്നു ഞാൻ കൊടുത്തത്. അവിടെ കുറേ നാൾ ഇട്ടേക്കുമായിരുന്നു. എന്നിട്ടൊന്നും വണ്ടി ശരിയാക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അവിടെ ഇട്ടിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഞാൻ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, ഞാൻ എന്തായാലും തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ കൊണ്ട് കീ കൊടുക്കണം. ഇന്ന് വൈകുന്നേരത്തേക്കെങ്കിലും വണ്ടിയുടെ അപ്ഡേറ്റ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നാളെ വരെ കേസ് ഞാൻ വണ്ടി ഇവിടെ ഇടുന്നില്ല കേട്ടോ. ഇവരെയും കൊണ്ട് പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കും. ഞാനവിടെ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബസ് പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, ക്യാരവാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. അപ്പോൾ ആരൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇഷ്ടം പോലെ ക്യാരവാൻ വരുമോ? എല്ലാവരും കൂടെ വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും നോക്കാം. ഞാൻ ഇനി ഏതെങ്കിലും ബസ് പിടിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലട്ടെ. ഗയ്സ്, ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പറഞ്ഞ സമയം എന്താണ്ട് ആയിട്ടുണ്ട്.
അപ്പോൾ ഏതൊക്കെയോ ആൾക്കാരൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അടിപൊളി ക്യാരവാൻ വന്ന് കിടപ്പുണ്ട്. അത് ഫുൾ കിറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഫോർച്യൂണറിനകത്തു നിന്നൊക്കെ ആരൊക്കെയോ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇപ്പുറത്ത് വേറൊരു ക്യാരവാൻ അങ്ങോട്ട് കയറ്റുന്നു. ഗൈസ്, ഏതെങ്കിലും ഒരു ക്യാരവാൻ ഒന്ന് എനിക്ക് ഓടിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു ക്യാരവാൻ മീറ്റപ്പ് ആയാലും ഇഷ്ടം പോലെ വണ്ടികളായതുകൊണ്ട് ഇവിടെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ക്യാരവാൻ എടുത്തുകൊണ്ട് വന്നത്. ഇതിപ്പം മൊത്തത്തിൽ അലമ്പാകുമോ എന്നാണ് കേസ് എൻ്റെ ഒരു സംശയം. ഉള്ള ക്യാരവാൻ എല്ലാം കൂടെ വന്നു കഴിയുവാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അതാണൊരു പ്രശ്നം. ഇപ്പോൾ റോഡിൽ നമുക്ക് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടും പറ്റത്തില്ലല്ലോ. ക്യാരവാൻ അല്ലാണ്ടും വേറെ കുറേ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരവാൻ എനിക്കൊന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് വരട്ടെ. ഇനിയും ഒരുപാട് ക്യാരവാൻ കേസ് ചിലപ്പം വരുമായിരിക്കും, നമുക്ക് നോക്കാം. ഇത് എൻ്റെ വണ്ടിയല്ലേ ഇതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്? അതാരാണ് എടുത്തുകൊണ്ട് പോകുന്നത്? ജസ്റ്റ് ഓടിച്ച് നോക്കാനായിട്ട് വല്ലതും കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ അതേണ്ട ഒരു വാനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്തിനാ വാൻ എടുത്തുകൊണ്ട് വന്നത്? ഞാനിവരോട് ക്യാരവാനും കൊണ്ട് വരാനല്ലേ പറഞ്ഞേ. ചിലപ്പം ആ ഒരു വാനും ക്യാരവാൻ ആക്കിയതായിരിക്കാം. അതൊരു നല്ല കോൺസെപ്റ്റ് അല്ലേ? പക്ഷേ ക്യാരവാൻ്റെ അത്ര സുഖം കിട്ടത്തില്ല. ക്യാരവാൻ പിന്നെ നമുക്ക് ഈ ഒരു വലിയ ഓഫ് റോഡൊന്നും കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ ചെറിയ സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോകാനായിട്ട് പാടായിരിക്കും. നമുക്ക് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടായാലല്ലേ ഒരു വൈബുള്ളൂ. അപ്പോൾ ക്യാരവാൻ തന്നെയാണ് അടിപൊളി. ഇതിപ്പം ശരിക്കും ഒരു മീറ്റപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ആരോടേലും ഒരു ക്യാരവാൻ കൊണ്ടുവരാനായിട്ട് പറഞ്ഞതാണ്. ഇതിപ്പം മൊത്തത്തിൽ ക്യാരവാനായി. അപ്പം ഞാൻ വേണ്ട ഒരു ക്യാരവാനകത്ത് കയറിയിട്ടുണ്ട്. ആരുടെ വണ്ടിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓടിച്ച് നോക്കി ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ എന്തായാലും വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങ് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി കേസ് ഓടിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി പോകുന്നതിനെക്കാട്ടിലും സ്പീഡിൽ ഇത് പോകും. സ്പീഡോമീറ്റർ നോക്കി കഴിയുമ്പോഴും 13+ ഇത് കയറുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയുടെ പ്രശ്നം തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഇല്ലാത്ത വേറൊരു പ്രശ്നം ഞാൻ ഈ ഒരു വണ്ടിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, വണ്ടി ഓടിക്കുമ്പോൾ കേസ് മൊത്തത്തിൽ അങ്ങ് പുകയാണ്. ഇതെന്താണ്? വണ്ടി ഓടിക്കാനേ പറ്റത്തില്ല, മൊത്തത്തിൽ ഒരു പുക മയമാണ്. അങ്ങനെ ആ ഒരു വണ്ടി അവിടെ ഇട്ടതിന് ശേഷം ഞാൻ നേരെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരവാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാവേ. ഇത് കുറച്ച് അടിപൊളി വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയതാണല്ലോ. ഞാൻ ആ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിവിടുന്ന് തിരിക്കാനായിട്ട് കുറച്ച് പണി പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. എല്ലാ വണ്ടികളും രണ്ട് റോഡിൽ കിടക്കുന്നതുകൊണ്ടേ അതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പം ഞാനീ ഒരു വണ്ടി നോക്കിയിട്ട് കേസ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇതിപ്പം എൻ്റെ ഈ ഒരു ഓടിയിൽ കണ്ടു കഴിയുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ പോകുന്ന രീതിയിലാണ്. എനിക്ക് വേറെ വണ്ടി ഒന്നും വാങ്ങിക്കണമെന്നില്ല കേസ്. എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി തന്നെ എനിക്ക് ശരിയാക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കി എടുക്കുന്നതായിരിക്കും. ഞാൻ എന്തായത് ഓടിച്ച് നോക്കിയപ്പോൾ 100 കേസ് സിമ്പിളായിട്ടാണ് കയറുന്നത്. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണ്. നമ്മുടെ വണ്ടിക്ക് കേസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ കേടായി പോയതാണ്. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു വണ്ടി ശരിയാക്കിയേ പറ്റത്തുള്ളൂ. എന്തായാലും കേസ് ഒരു ക്യാരവാൻ ഓടിക്കാൻ വേണ്ടി ഞാനൊന്ന് സ്റ്റോറി ഇട്ടതാണ്. ഇതിപ്പോൾ അവസാനം ഒരു മീറ്റപ്പ് പോലെ ആയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല കേസ്. ഇടയ്ക്ക് എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂടുന്ന ഒരു രസമാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലും കൂടെ ആണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ആരൊക്കെയോ എൻ്റെ ഫോർച്യൂണറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ കീയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ഈ ക്യാരവാനെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ ശരിക്കും കേസ് എൻ്റെ ക്യാരവാൻ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെക്കാനിക്കൽ പണി കഴിയുവാണെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ കളറും ചേഞ്ച് ചെയ്ത് വേറെ ലെവൽ ലുക്കിൽ ഞാൻ ഇറക്കുന്നതായിരിക്കും. പിന്നെ വേണ്ട നമ്മുടെ പോർച്ചിലേക്ക് നോക്കുമ്പോൾ ഒരു കിടുക്കാൻ സാധനം വേണ്ട ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ മോന് നല്ല രസമുണ്ടല്ലോ അത് കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു കളറാണ് ഹൈലൈറ്റ്. ഇതെന്തോന്ന്, ഇതെന്താ എന്നെ ഇടിച്ച് കൊല്ലാൻ പറ്റും. ഈ ഒരു ബ്ലാക്ക് ക്യാരവാൻ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ. എനിക്ക് ആ ഒരു വണ്ടിയുടെ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ ബ്ലാക്ക് ആക്കുന്നതായിരിക്കും. പിന്നെ ഇതുണ്ട് ഇവിടെ സൈഡിലൊരു അടിപൊളി ഒരു M5 ഒന്ന് കിടപ്പുണ്ട്. അത് വിഷയം വർക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടിയെ. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് നല്ല നല്ല വണ്ടികൾ കേസ് ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്ര അടിപൊളി വണ്ടികളൊക്കെ വരുമെന്ന്. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനൊരു മീറ്റപ്പ് ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു ചെറിയ ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഓടി വന്നല്ലോ. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാനായിട്ട് ഞാൻ തന്നെ വീണ്ടും മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.